ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അതിനകത്ത് നമ്മൾ പഠിക്കുകയാണ് റാൻഡം വേരിയബിൾ. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1, 2, 3, 4 അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതിനകത്ത് നമ്മൾ റാൻഡം വേരിയബിൾ അല്ലെ, ഈ നമ്പേഴ്സിൽ നമ്മൾ എന്താണ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യണം. അപ്പൊ എക്സ് 0 ആവാം, എക്സ് 1 ആവാം, എക്സ് 2 ആവാം, എക്സ് 3 ആവാം. അപ്പൊ അതിനെയാണ് നമ്മൾ എക്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ 2 കോയിൻ എടുത്ത് ടോസ് ചെയ്യാണ് അല്ലെ, അപ്പൊ അതിന്റെ ഔട്ട്കംസ് എന്തൊക്കെ വരാം? ഓക്കെ, അതാണ് നമ്മൾ എന്താ പറയുക, ഔട്ട്കംസിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് അല്ലെ. രണ്ടും ഹെഡ് വരാം, പിന്നെ അടുത്ത് എന്താണ് ഹെഡ് ടെയില് വരാം, പിന്നെ അടുത്ത് ടെയില് ഹെഡ് വരാം, പിന്നെ എന്താണ് രണ്ടും ടെയില് വരാം അല്ലെ. ഇതൊക്കെയാണ് ഇരിക്കും ഇതിന്റെ ഔട്ട്കംസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞാല് നമ്പർ ഓഫ് ടെയിൽസ് ആണ്, ദ നമ്പർ ഓഫ് ടെയിൽസ് അല്ലെ. അപ്പൊ നമ്മൾ എസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? രണ്ടും ഹെഡ് ആയിരിക്കാം, ഹെഡ് ടെയിൽ ആയിരിക്കാം, ടെയില് ഹെഡ്, പിന്നെ എന്താണ് ടെയില് ടെയിൽ, ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതിന് നമ്മൾ എന്താണ് ഓരോ വാല്യൂ അസ്യൂം ചെയ്യാം. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ടെയിൽസ് ആണ്. അപ്പൊ ഈ എക്സ് ഡിനോട്ട് ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, അപ്പൊ എക്സ് എന്താവാം? 0 ആവാം. ഇതിനകത്ത് ടെയിൽ ഒന്നുമില്ല, ഇതിനകത്ത് ഒരു ടെയിൽ ഉണ്ട്, ഇതിനകത്ത് ഒരു ടെയിൽ ഉണ്ട്, ഇതിനകത്ത് രണ്ടും എന്താണ് ടെയിൽ ഉണ്ട് അല്ലെ. അപ്പൊ എക്സ് 0 ആവുന്നുണ്ട്, എക്സ് 1 ആവുന്നുണ്ട്, എക്സ് 2 ആവുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത് റാൻഡം വേരിയബിൾ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ റാൻഡം വേരിയബിൾ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കോയിൻ ടോസ് ചെയ്യും, 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ് സാമ്പിൾ സ്പേസ് ഇതാണ്. 2 ഹെഡ്, ഒരു ഹെഡ് ടെയില്, ടെയില് ഹെഡ്, ടെയില് ടെയിൽ അല്ലെ. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റിനെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക? ജനറൽ എക്സ്പ്രഷൻ ആണ്. അപ്പോ എന്താണ്? ദ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇവിടെ ഫേവറബിൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ടെയിൽസ് ആണ്. ഞാൻ വിളിക്കുന്നത് അതായത് ടെയിലിന്റെ എണ്ണാണ് ഞാനിവിടെ ഫേവറബിൾ ഔട്ട്കംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് ആണ്. ഇതിനകത്തുള്ള ഓരോ സംഭവങ്ങളാണ് അല്ലെ. അപ്പൊ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടെയിലാണ്. ഇതിനകത്ത് ടെയിൽ ഉണ്ടോ? ഇല്ല, 0 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടും അത് ടെയിൽ ഇല്ലാത്തത് 1 മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ടെയിലുണ്ട്, ഇതിനകത്ത് ടെയിലുണ്ട്, ഇതിനകത്ത് ടെയിലുണ്ട്, ഇതിനകത്ത് എന്തില്ല? ടെയിൽ ഇല്ല. അപ്പൊ 1 ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? 1, 2, 3, 4. അപ്പൊ 1/4 ആയിരിക്കും ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. പി ഓഫ് എക്സ് എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്തത്, പി ഓഫ് എക്സ് അല്ലെ. പിന്നെ ടെയിൽ 1 ആയിട്ടുള്ള ഏതൊക്കെയാണ്? 1, 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ 2 ഡിവൈഡ് ബൈ 4 അല്ലെ. 2 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 1/2. ഓക്കെ, ഇനി ടെയിൽ വീഴുന്നു, രണ്ടും ടെയിൽ ആയിരിക്കണം. ടെയിൽ വീഴുന്നത് എത്രയാളൂ? 1 ഉള്ളൂ, 1/4. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത് ഈ പി ഓഫ് എക്സിനെ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി എം എഫിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അല്ലെ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പി ഐ ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഐ എന്ന് പറയുന്നത് നമ്മൾ എന്തായത് P1, P2, P3 എടുക്കുന്നുണ്ടാണ് കേട്ടോ. അപ്പൊ ഐക്ക് 1, 2, 3 ഇങ്ങനെ പോകും. അപ്പൊ പി ഐ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പ്രോബബിലിറ്റി 0 ആണോ? മനസ്സിലായോ? നെഗറ്റീവ് ഒരിക്കലും ആവില്ല. ഓക്കെ, ഇനി രണ്ടാമതാണ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n പി ഐ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഇത് P1 ആണ്, ഇത് P2 ആണ്, ഇത് P3 ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ P1 പ്ലസ് P2 പ്ലസ് P3 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. നോക്കുമ്പോ എന്തായിരിക്കും? 1/4 പ്ലസ് 1/2 പ്ലസ് 1/4 അല്ലെ. അപ്പൊ 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 2/4. 2/4 പ്ലസ് 1/2. 2/4 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. 1/2 പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റിനകത്ത് പ്രോബബിലിറ്റിയുടെ അഡീഷൻ സം ഓഫ് ദ പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു 1. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ഒന്നാമത്തെ പ്രോബ്ലം ആണ് ദ റാൻഡം വേരിയബിൾ എക്സ് has the following probability distributions. ഓക്കെ, എക്സിന്റെ -2, -1, 0, 1, 2, 3.
അതിന്റെ പ്രോബബിലിറ്റി -2ന്റെ 0.1, -1ന്റെ k, 0യുടെ 0.2, 1ന്റെ 2k, 2ന്റെ 0.3, 3യുടെ 3k. ഓക്കെ, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k, ഇവാലുവേറ്റ് p of x less than 2, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF, മീൻ വേരിയൻസ് കാണണം. പിന്നെ എന്താണ് ഇവാലുവേറ്റ് p of -2 ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഞാൻ കുറെ പ്രോബ്ലംസ് ഒരു പ്രോബ്ലം ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലം ആണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. അപ്പൊ നമുക്ക് അറിയാവുന്ന എന്താണ് സമ്മേഷൻ i is equal to 1 to n, pi is equal to എന്താണ് 1 ആണ് എന്ന് പറഞ്ഞാൽ ആ പ്രോബബിലിറ്റി മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്യാം, അതിന്റെ റിസൾട്ട് ഈക്വൽ ടു എന്തായിരിക്കും 1. എങ്ങനെ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് 1 അല്ലെ. അപ്പൊ 0.1 പ്ലസ് കെ പ്ലസ് 0.2 പ്ലസ് 2k പ്ലസ് 0.3 പ്ലസ് 3k ഇസ് ഈക്വൽ ടു എന്തായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കെയുടെ ഒക്കെ ആഡ് ചെയ്യാം. k 3k പ്ലസ് 3k എന്ന് പറഞ്ഞാൽ 6k പ്ലസ് 0.1 പ്ലസ് 0.2 0.3 പ്ലസ് 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 0.6 അല്ലേ. 0.6 ഇസ് ഈക്വൽ ടു 1. അപ്പോ 6k ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 1 മൈനസ് 0.6. 1 മൈനസ് 0.6 എന്ന് പറഞ്ഞാലേക്കും 0.4. അപ്പോ 6k ഇസ് ഈക്വൽ ടു 0.4. അപ്പൊ k ഇസ് ഈക്വൽ ടു 0.4/6. അത് എത്രയാന്ന് പറഞ്ഞാൽ 1/15 ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിനകത്ത് ചെയ്ത് നോക്കിയാൽ അപ്പൊ കെയുടെ വാല്യൂ എന്ത് കിട്ടി നമുക്ക് 1/15. അപ്പൊ ഒന്നാമത്തെ പ്രോബ്ലം കഴിഞ്ഞു. എന്താ ചെയ്തിരിക്കുന്നത്? എല്ലാം കൂടെ ആഡ് പ്രോബബിലിറ്റി മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അതിൽ നിന്ന് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. കെയുടെ വാല്യൂ എത്രയാണ്? 1/15. ഓക്കെ, നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ആ കെയുടെ വാല്യൂ ഈ ടേബിളിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുകയാണ് അല്ലെ. കെയുടെ വാല്യൂ എന്താണ്? 1/15 ആണ്. അപ്പൊ ഇത് 0.1, കെ വാല്യൂ 1/15, 0.2 2 into 1/15 എന്ന് പറഞ്ഞാൽ 2/15, 0.3 3/15 ആണ് അല്ലെ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് p of x ലെസ് ദാൻ 2 അല്ലെ. അപ്പൊ ഇവിടെയാണ് 2 ഉള്ളത്, ലെസ് ദാൻ ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലെസ് ദാൻ 2 ആകുമ്പോഴത്തേക്കും 1 വരെയാണ് വരിക. മനസ്സിലായോ? ഈക്വൽ ടു 2 ഉണ്ടെങ്കിൽ ഇതും കൂടെ കൂട്ടണം. ലെസ് ദാൻ 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 വരെ മതി. ഓക്കെ, അപ്പൊ p of x ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ p of x ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് p of -2 പ്ലസ് p of -1 പ്ലസ് p of 0 പ്ലസ് p of 1 കേട്ടോ. ഈ 2 ആഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഈക്വൽ ടു 2 ഉണ്ടെങ്കിൽ 2 കൂടെ കൺസിഡർ ചെയ്യണം. ഈക്വൽ ടു 2 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 വരെ ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 0.1 പ്ലസ് 1/15 പ്ലസ് 0.2 പ്ലസ് 2/15. ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അത് നിങ്ങൾ കാൽക്കുലേറ്റർ സഹായത്തോടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 0.5 ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പോ രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു, 0.5. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യാണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF. ഓക്കെ, CDF എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് പോകാം, അതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പൊ CDF ഡിനോട്ട് ചെയ്യുന്ന f ഓഫ് ഫസ്റ്റ് -2 ഇസ് ഈക്വൽ ടു എത്രയാണ്? 0.1. ഇനി അടുത്തതാണ് f ഓഫ് -1 എന്ന് പറഞ്ഞാലേക്കും p ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അതായത് -1ന്റെ താഴേക്ക് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0.1 പ്ലസ് 1/15. 0.1 പ്ലസ് 1/15. അത് എത്രയാന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/6 ആണ്. ടോപ്പ് ഇതെന്താണ് കിട്ടിയിരിക്കുന്നത്? 1/6. ഇനി അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ f ഓഫ് 0 എന്ന് പറഞ്ഞാൽ p ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ 0ന്റെ താഴത്തെ മൊത്തം ആഡ് ചെയ്യണം, 0 മുതൽ. അപ്പൊ 0.1 പ്ലസ് 1/15 പ്ലസ് 0.2 ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോ 1/6 കിട്ടിയിട്ടുണ്ട്. 1/6 പ്ലസ് 0.2 1/6 പ്ലസ് 0.2 എന്ന് പറയുന്നത് 11/30 ആണ്. ഓക്കെ,
നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത് എന്താണ് എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്ന് പറയുന്നതായിരിക്കും പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതായിരിക്കും പി ഓഫ് മൈനസ് 2 പ്ലസ് പി ഓഫ് മൈനസ് 1 പ്ലസ് പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 അല്ലെ. അപ്പൊ ഇത്ര ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് 11/30 കിട്ടിയിട്ടുണ്ട്. 11/30 പ്ലസ് 11/30 പ്ലസ് 2/15 അല്ലെ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് 0.5 ആണ്. ഓക്കെ, 11/30 പ്ലസ്. ഇനി അടുത്തതാണ് എഫ് ഓഫ് 2. എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോ ഇതിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യാം. ഇത് ഇത്രയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0.5 കിട്ടിയിട്ടുണ്ട്. 0.5 പ്ലസ് 0.3 സീക്രട്ട് എത്രയാണ് 0.8. ഓക്കെ, ഇനി അടുത്ത് എന്താണ് എഫ് ഓഫ് 3. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോ ഇത്രന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യാം. ഇത്ര ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0.8 കിട്ടിയിട്ടുണ്ട്. 0.8 പ്ലസ് 3/15 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 0.2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. അപ്പൊ നമുക്ക് 31. ഇതാണ് എന്ത് പറയുന്നത് അതിന്റെ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ആയിട്ട് എഴുതാനും പറ്റും. ഓക്കെ, എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ലാസ്റ്റ് എന്തായിരിക്കണം 1 ആയിരിക്കണം കേട്ടോ. അതാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത നമുക്ക് മീൻ കണ്ടുപിടിക്കണം. ഫോർ മീൻ ഇത് നമ്മൾ ഇ ഓഫ് എക്സ് എന്ന് പറയും. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ്, ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് ഇൻറ്റു ഇത് പ്ലസ് 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 ഇത് ഇൻറ്റു എക്സ്. ഇത് അതായത് എക്സ് ഇൻറ്റു പി ഓഫ് എക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഇതാണ് നമ്മള് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ എക്സ് എന്ന് പറയുന്ന മേലത്താണ്, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ താഴത്താണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എത്രയാണ് 0.2 ഇൻറ്റു -2 ഇൻറ്റു 0.1 പ്ലസ് -1 ഇൻറ്റു 1/15 പ്ലസ് 0 ഇൻറ്റു 0.2 പ്ലസ് 1 ഇൻറ്റു 2/15 പ്ലസ് 2 ഇൻറ്റു 0.3 പ്ലസ് 3 ഇൻറ്റു 3/15. ഓക്കെ, ഇതിന്റെ റിസൾട്ട് ആയിരിക്കും അതിന്റെ മീൻ എന്ന് പറയുന്ന സംഭവം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പോയിന്റ്. നമ്മളിത് സോൾവ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കാൽക്കുലേറ്റർ ആണ്, കാൽക്കുലേറ്റർ വെച്ചിട്ട് സോൾവ് ചെയ്യും. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നില്ല, അതിന്റെ ആൻസർ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ -0.2 പ്ലസ് -1/15 പ്ലസ് 0 പ്ലസ് 2/15 പ്ലസ് 2 ഇൻറ്റു 0.3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0.6 പ്ലസ് 3/15 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0.2 ആണ്. അപ്പൊ 0.2 ഇൻറ്റു 0.3 ഇസ് ഈക്വൽ ടു നമുക്ക് 0.6 കിട്ടും. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1.067 അതായിരിക്കും ഇതിന്റെ മീൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വേരിയൻസ് ആണ്. അപ്പൊ വേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ തന്നെയാണ്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1.067 ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ, ഇ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെയൊക്കെ സ്ക്വയർ ഇൻറ്റു ഇത്. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് എക്സ് സ്ക്വയർ അല്ലെ, എക്സ് ഇവിടെ എന്താണ് -2 ആണ്. അപ്പൊ -2 സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0.1 ആണ്. പ്ലസ് -1 സ്ക്വയർ ഇൻറ്റു 1/15 ആണ്. പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു 0.2 ആണ്. പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 2/15 ആണ്.
പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 0.3 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 3/15. ഓക്കെ, ഇതിന് നമ്മൾ സോൾവ് ചെയ്യണം അല്ലെ. അപ്പോ ഇവിടെ എഴുതാണ് -2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു 0.1 പ്ലസ് -1ന്റെ സ്ക്വയർ 1 ഇൻറ്റു 1/15 പ്ലസ് 0 സ്ക്വയർ ആയതുകൊണ്ട് അത് മൊത്തം എന്തായി മാറി? 0 ആയി. പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 2/15 എന്ന് പറഞ്ഞാൽ 2/15 തന്നെ. പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 0.3 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 0.3 പ്ലസ് 3 സ്ക്വയർ 9 ഇൻറ്റു 3/15. ഇത് നമ്മൾ സോൾവ് ചെയ്യാം. ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് 4 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാലേക്കും 0.4 പ്ലസ് 1/15 പ്ലസ് 2/15 പ്ലസ് 4 ഇൻറ്റു 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 പ്ലസ് 27/15. ഇതിന് നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് 3.6 ആണ് അല്ലെ. നമുക്ക് എന്താ കിട്ടിക്കുന്നത്? E(x²) എന്ന് പറയുന്നത് 3.6 ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് എന്ന് പറഞ്ഞാലേക്കും വേരിയൻസ് is equal to E(x²) that is equal to 3.6 minus E(x²) that is equal to 1.067 square. ഇതിന്റെ റിസൾട്ട് 2.461511. ഇതായിരിക്കും ഇതിന്റെ വേരിയൻസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. P of -2 less than x less than or equal to 2. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്? എക്സ് -2നേക്കാളും മേലെയാണ്, 2നേക്കാളും താഴെയല്ല, 2 ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? P of -2 പറ്റത്തില്ല, അതിനേക്കാളും വലുതായിരിക്കണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു P of -1 പ്ലസ് P of 0 പ്ലസ് P of 1 പ്ലസ് P of 2 അല്ലെ. 2 ഈക്വൽ ടു 2 ആയതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു P of 1 എന്ന് പറഞ്ഞാൽ 1/15 പ്ലസ് P of 0 എന്ന് പറഞ്ഞാൽ 0.2 പ്ലസ് 2/15 പ്ലസ് 0.3. ഇതിന്റെ റിസൾട്ടാണ് നമുക്ക് കാണേണ്ടത്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 7/10 or is equal to 0.7. ഇതായിരിക്കും ഇതിന്റെ റിസൾട്ട്.